നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. അനധികൃത പരോൾ അനുവദിക്കലിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. അടിയന്തര പ്രാധാന്യമില്ലെന്ന് സ്പീക്കർ. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമെന്ന് മന്ത്രി എം പി രാജേഷ്. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം. സർക്കാരിന് സൗകര്യമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യില്ലെന്ന നിലപാടെന്ന് വി ഡി സതീശൻ. ചർച്ച ചെയ്യില്ലെന്ന് അറിഞ്ഞാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ തയ്യാറാക്കിയതെന്ന് സ്പീക്കർ. വിരട്ടാൻ നോക്കേണ്ടെന്നും ഓടുപൊളിച്ചു വന്നവരല്ലെന്നും ശിവൻകുട്ടി. സ്വർണ്ണക്കള്ളന്മാർ പോയത് സോണിയാഗാന്ധിയെ കാണാനാണെന്നും മന്ത്രി. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. വ്യവസായി സിജെ റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. മരണം ചർച്ച ചെയ്യാൻ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഹൈബി ഈഡൻ. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ സമ്മർദ്ദത്തിൽ ഒട്ടേറെ വ്യവസായികൾ NDA ഭരണകാലത്ത് ആത്മഹത്യ ചെയ്തുവെന്ന് ആക്ഷേപം. റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതായി നിർണായക ഡയറിക്കുറിപ്പ്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റിന് മുന്നിൽ കേരള MP-മാരുടെ പ്രതിഷേധം. ആശാവർക്കർമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ നോട്ടീസ് നൽകി പി ശിവദാസൻ MP. അതിവേഗ റെയിലിനായി പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് E ശ്രീധരൻ. പൊതുജനങ്ങൾക്കിടയിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ ലക്ഷ്യം. ആദ്യ യോഗം 15-ന് മലപ്പുറത്ത്. ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. PV അൻവർ ബേപ്പൂർ UDF സ്ഥാനാർത്ഥി. പിണറായിയുടെ വർഗീയ നിലപാടുകളും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് അൻവർ. സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഇന്ന് കോൺഗ്രസിന്റെ നിർണായക ചർച്ച. 4 സീറ്റ് തിരികെ വേണമെന്ന നിലപാടിൽ കോൺഗ്രസ്, 10 വേണമെന്ന നിലപാടിൽ PJ ജോസഫ്. ശബരിമല കട്ടിളപ്പാളി കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചത് SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായിരിക്കെ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വാദം കേൾക്കും. N വാസു വീണ്ടും റിമാൻഡിൽ. 2020 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന് പാകിസ്ഥാൻ. തീരുമാനം ബംഗ്ലാദേശിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് കൊളംബോയിലേക്ക് പോകുമെന്നും മത്സരം ഉപേക്ഷിക്കുന്നതുവരെ സ്റ്റേഡിയത്തിൽ തുടരുമെന്നും ടീം ഇന്ത്യ. ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന തീരുമാനം ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് ICC. വിശദമായ വാർത്തകളിലേക്ക്. CPM പ്രവർത്തകരായ പ്രതികൾക്ക് ജയിലുകളിൽ യഥേഷ്ടം പരോൾ അനുവദിക്കുന്ന നടപടിയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയില്ല. സഭയിൽ പരസ്പരം പോർവിളിച്ച് ഭരണപ്രതിപക്ഷം. KK രമയുടെ നോട്ടീസിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഭയമെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. മുൻകൂട്ടി പ്ലക്കാർഡുകൾ തയ്യാറാക്കി വന്ന പ്രതിപക്ഷത്തിന് ബഡ്ജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് താൽപ്പര്യമില്ലെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. സഭയ്ക്കകത്ത് ചർച്ചയിലുണ്ടായിരുന്ന നിരക്ക് പ്രകാരം അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ് എന്നിവ ഒടുക്കിയവർക്ക് നിശ്ചയിച്ച സ്വയംഭരണ സ്ഥാനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു. സാർ, തദ്ദേശ സ്വയംഭരണ PK ബഷീറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തെ താങ്ങണം, അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് കാക്കണമെന്ന്. Siddiq, not in the seat. Please, LOP, please. ഒന്ന് withdraw, please. Please, LOP, please. Please, LOP, please. Yes. Submissions. Order, submission. ശ്രീ പാർലമെന്ററി കാര്യ ഉപമന്ത്രി. സാർ, സഭയ്ക്കകത്ത് ചർച്ചയിലുണ്ടായിരുന്ന നിരക്ക് പ്രകാരം അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ് എന്നിവ ഒടുക്കിയവർക്ക് നിശ്ചയിച്ച സ്വയംഭരണ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാർ സത്യാഗ്രഹ സമരം തുടരുമെന്നും എന്നാൽ സഭാ നടപടികളുമായി സഹകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം സഹകരിച്ചു. എന്നാൽ ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് പാർട്ടി പ്രതികൾക്ക് യഥേഷ്ടം പരോൾ അനുവദിക്കുന്ന വിഷയമായിരുന്നു.
കെ രമയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. സർക്കാരിന് താൽപര്യമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യില്ലെന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ചയില്ല എന്നാണോ? പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് ചുറ്റും പ്രതിഷേധിച്ചു. സ്വർണ്ണക്കള്ളന്മാർ എന്ന് പ്രതിപക്ഷ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഗർഭചിത്ര വീരന്മാർ പുറത്തേക്ക് പോകൂ എന്ന് ഭരണപക്ഷ നിരയിൽ നിന്ന് KT ജലീൽ വിളിച്ചു പറഞ്ഞു. ശ്രീ TJ വിനോദ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ KN ഉണ്ണികൃഷ്ണൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ബഹളത്തിനിടയിലും സഭാ നടപടികൾ തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. നിയമം കാറ്റിൽ പറത്തിയാണ് കൊടും ക്രിമിനലുകൾക്ക് പരോൾ അനുവദിക്കുന്നതെന്നും ഇതിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം കേന്ദ്ര ബജറ്റിനെതിരായ വിമർശനം സഭയിൽ ഉന്നയിക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചതെന്ന് മന്ത്രി MP രാജേഷ് ആരോപിച്ചു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് ബജറ്റിന്മേലുള്ള ചർച്ച സഭയിൽ നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. TP കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് അവർക്ക് മറ്റൊരു വിഷയവും ഉന്നയിക്കാൻ ഇല്ലാത്തതിനാലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആർക്കൊക്കെ പരോൾ കിട്ടുന്നുവെന്ന് നോക്കിയല്ല സർക്കാരിന്റെ പ്രവർത്തനമെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് LDF ജാഥ മറുപടി പറയേണ്ടതില്ലെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകി. അവർക്ക് വേറൊന്നും കേരളത്തെ പറ്റി പറയാൻ പറ്റില്ല, കേരളത്തിന്റെ വികസനത്തെ പറ്റി പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബഡ്ജറ്റിനെ പറ്റി പറയാൻ പറ്റില്ല, ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള കേരള അവഗണനയെ പറ്റി പറയാൻ പറ്റില്ല. ഒന്നും വരാതിരിക്കാൻ പറ്റുമ്പോൾ ആയിരിക്കും ജാമ്യം കിട്ടിയ അല്ലെങ്കിൽ മറ്റെന്താ അങ്ങനെ പറഞ്ഞേ പരോൾ കിട്ടിയതിനെ പറ്റിയാ പറഞ്ഞോളോട് ഞങ്ങൾ ഹൈക്കോടതി തന്നെ ഒരു ചോദിച്ചതാണ് TP കേസ് പ്രതികൾക്ക് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ TP കേസ് പ്രതികൾക്ക് എന്താണ് പ്രത്യേകത, അവർക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്ന് ഹൈക്കോടതി തന്നെ ചോദിച്ചതാണ്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിക്ക് വീണ്ടും പരോൾ. 10ാം പ്രതി രഞ്ജിത്തിനാണ് പരോൾ അനുവദിച്ചത്. 2 മാസം മുമ്പ് രഞ്ജിത്തിന് പരോൾ ലഭിച്ചിരുന്നു. നിലവിൽ കേസിലെ പ്രതികളായ പീതാംബരൻ, ജിജിൻ എന്നിവർ പരോളിലാണ്. CJ റോയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. ഈ അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി ഭരണഘടനാ കോടതിയിലെ ജഡ്ജിയായി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളെ നിയമിക്കണം. സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. CJ റോയുടെ മരണത്തിൽ നിർണായക വിവരങ്ങൾ കണ്ടെത്തിയതായി സൂചന. 9 പേജ് നീളുന്ന ഡയറിക്കുറിപ്പിൽ കുടുംബത്തോടും ബിസിനസ്സിനോടുമുള്ള ക്ഷമാപണവും ബിസിനസ് അനന്തരാവകാശി ആരെന്ന വിവരവും ഒപ്പം കമ്പനിയെ എങ്ങനെ നയിക്കണമെന്ന പരാമർശവുമുണ്ട്. റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായി സംശയം ജനിപ്പിക്കുന്നതാണ് കുറിപ്പിലെ വിവരങ്ങൾ. റോയ് കൈപ്പടയിൽ കുറിച്ച മരണക്കുറിപ്പിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജനുവരി 31 സഹോദരനെ വിളിച്ചത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമെന്നും സംശയിക്കുന്നു. ആദായ നികുതി വകുപ്പിന്റെ നിരന്തര ഇടപെടൽ അദ്ദേഹത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നാണ് നിഗമനം. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് IT ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. CJ റോയുടെ മരണം പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. CJ റോയ് ആത്മഹത്യ ചെയ്ത സംഭവം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈബി ഈഡൻ MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് അടിയന്തര പ്രമേയത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിൽ തുടരുകയാണ്. 4-ാം തീയതി പ്രധാനമന്ത്രി മറുപടി പറയും. 5-ാം തീയതിയാണ് ബജറ്റിന്മേൽ ചർച്ച. 11-ന് ധനമന്ത്രി മറുപടി പറയും. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റിന് മുന്നിൽ കേരള MP-മാരുടെ പ്രതിഷേധം. എയിംസ് എവിടെയെന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പ്രതിഷേധം. കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ നന്ദിപ്രമേയ ചർച്ചയിലും ബജറ്റ് അവതരണ ചർച്ചയിലും ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു.
തീർച്ചയായിട്ടും ഇന്നലെ ബജറ്റ് അവതരണ വേളയിൽ തന്നെ UDFന്റെ എല്ലാ MP-മാരും ഏറ്റവും ശക്തമായ പ്രതിഷേധം ഉയർത്തിയതാണ്. അവരത് കൃത്യമായിട്ട് അവഗണിച്ചതാണ്. ഒരു സംശയമില്ല, നന്ദിപ്രമേയ ചർച്ചയിലും ബജറ്റ് അവതരണ ചർച്ചയിലും ഞങ്ങൾ ഈ പ്രശ്നം ഏറ്റവും സജീവമായി നിലനിർത്തിക്കൊണ്ട് ശക്തമായിട്ട് ഉന്നയിക്കുന്ന സംശയം. ഇതുപോലൊരു അവഗണന കേരളം അർഹിക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും കേരളത്തിൽ വന്ന് മുണ്ടുടുത്ത് പ്രസംഗിക്കുന്ന ആളുകൾ ഇത്രമാത്രം കേരളത്തെ അവഗണിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. ഇത് കേരളത്തോടുള്ള കടുത്ത അവഗണനയാണ്. ഒരു കാരണവശാലും ഇത് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. തീർച്ചയായിട്ടും സംസ്ഥാന അതിവേഗ റെയിൽ പദ്ധതിക്കായി ഓഫീസ് പൊന്നാനിയിൽ തുറന്ന് ശ്രീധരൻ പ്രവർത്തനം ആരംഭിച്ചു. പദ്ധതിക്കായി 5 മാസം കൊണ്ട് DPR തയ്യാറാക്കാനാണ് തീരുമാനം. റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ടു പോകുന്നതെന്ന് ശ്രീധരൻ അറിയിച്ചു. സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ അറിയിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ എതിർപ്പുകളും ഇല്ലാതാവും. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഏറ്റവും ഉയർന്ന വില നൽകാനാവും. സ്ഥലത്ത് നേരിട്ടെത്തി സർവേ നടത്തും. അതിനു മുമ്പ് ജനങ്ങളുടെ ആശങ്ക തീർക്കുമെന്നും മെട്രോമാൻ വ്യക്തമാക്കി. ഇന്ന് മുതൽക്ക് ശരിക്കും ഒഫീഷ്യലായിട്ട് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് മുതൽ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം എൻ്റെ സ്റ്റാഫായിട്ട് അവരോട് ഓരോരുത്തർക്കും എന്തെല്ലാം ചെയ്യേണ്ട ആവശ്യം, എങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ വലിയ ഒരു ഉപദേശം അവർക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാട്ടുകാർക്കൊരു ഉപദേശം ഉണ്ടാവരുത്. എന്ത് ചെയ്താലും അവർക്ക് ക്ലാശകരമായ ഒരു സാധനം ചെയ്യാറ് വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി കാണണം. അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയുള്ള ഒരു കൾച്ചർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ടൈം ഈസ് മണി. ഇവിടെ വേഗം പണി കഴിഞ്ഞോ പണം ജാസ്തിയാവുകയുള്ളൂ. കാരണം വേഗം പണി തീർക്കാനുള്ള എങ്ങനെ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കില്ല. ഇതിപ്പോൾ ഞാൻ പഴയ DPR പ്രിപ്പയർ ചെയ്ത ആളാണ്. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല. അതിവേഗ റെയിൽ ഓഫീസ് തുറക്കുന്നതിന് പിന്നിൽ എന്താണെന്ന് ശ്രീധരൻ വ്യക്തമാക്കണമെന്ന് MM ഹസൻ. ശ്രീധരന് അതിനുള്ള അധികാരം എവിടെ നിന്ന് കിട്ടിയെന്നും അദ്ദേഹം ചോദിച്ചു. BJP പ്രതിനിധിയായാണോ DMRC പ്രതിനിധിയായാണോ ശ്രീധരൻ പ്രവർത്തിക്കുന്നത് എന്നും MM ഹസൻ ചോദിച്ചു. ഈ ഓഫീസൊക്കെ തുറക്കുന്നത് ഞങ്ങളത് മേടിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി BJPയെ സഹായിക്കാനായിരിക്കും. അത് അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത്. എന്താണ് അതാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതേ ചോദിച്ചാലും ചോദിക്കുന്നത് ഈ തരത്തിൽ എന്താണ് അതിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. PV അൻവർ ബേപ്പൂർ UDF സ്ഥാനാർത്ഥി. കോഴിക്കോട് വെച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ബേപ്പൂരിൽ PV അൻവർ ജയിക്കുമെന്നും സണ്ണി ജോസഫ് കോഴിക്കോട് പറഞ്ഞു. കേരളത്തോടുള്ള പകപോക്കലാണ് കേന്ദ്ര ഗവൺമെന്റ് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളം ഒരു ജനാധിപത്യ മതേതര സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ BJPക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. അവര് രാഷ്ട്രീയ മേൽക്കൈ നേടുന്നില്ല എന്നതിന്റെ പ്രതികാരമാണ് ജനങ്ങളുടെ ഈ ബഡ്ജറ്റിലെ ക്രൂരമായ അവഗണന. കേരളത്തിന്റെ വികസനാവശ്യങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കേവലം ഒരു ആമ വളർത്തു കേന്ദ്രത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. രാകേഷ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിൽ PV അൻവർ സ്ഥാനാർത്ഥിയെ എത്തുന്നതോടെ ബേപ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം ഒരുങ്ങുകയല്ലേ? തീർച്ചയായും മായ, ബേപ്പൂരിലെ സംബന്ധിച്ച് PV അൻവർ നേരത്തെ തന്നെ പ്രചരണം തുടങ്ങിയിരുന്നു. അതേസമയം തന്നെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമില്ലാതെ അദ്ദേഹം ഏകപക്ഷീയമായാണ് മുസ്ലിം ലീഗ് നേതാക്കളെയും കോൺഗ്രസ് നേതാക്കളെയും എല്ലാം നേരിൽ കാണുകയും ഒപ്പം തന്നെ മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. അതേസമയം ഇന്ന് കോഴിക്കോട് ജില്ലയിലെത്തിയ KPCC അധ്യക്ഷനാണ് PV അൻവർ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ PV അൻവർ മണ്ഡലത്തിൽ നിന്ന് രാകേഷിലേക്ക് വരാം. ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം കാണാം. ജനങ്ങൾക്ക് വേണ്ടി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഉത്തരം പറഞ്ഞാൽ മതി. എന്തായാലും മണ്ഡലത്തിലെ ഒരു ഔദ്യോഗിക സ്വഭാവം വന്നു കഴിഞ്ഞു. ഇനി എന്തൊക്കെയായിരിക്കും ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെ നമ്മൾ ജനങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു. വേറെന്താ, ജനങ്ങളോട് സംവദിക്കുക. നമ്മൾ ജനങ്ങളുടെ ഇടയിലാണല്ലോ. മൂപ്പര് സീ പ്ലെയിനിൽ ഇറങ്ങുന്നു, ആ സ്പീഡ് ബോട്ടിൽ പോകുന്നതാണല്ലോ. ജനങ്ങളുമായിട്ടല്ലല്ലോ ബന്ധം.
ഒക്കെ ഉയരങ്ങളിൽ ആകാശമിട്ടായി. എന്താ സംഭവം? ബേപ്പൂർ സുൽത്താൻ ബഷീർ സാറിന്റെ പേരിലുണ്ടാക്കിയ ആ സ്ഥാപനത്തിന്റെ പേര് ആകാശമിട്ടായി. എന്താ അതിന്റെ അർത്ഥം? അപ്പൊ ഒക്കെ ആകാശത്താണ്. സീപ്ലെയിൻ ഈ പറയുന്ന, ഞാൻ എപ്പോഴും പറഞ്ഞ ആവർത്തന വിരസത വരും. അപ്പം അദ്ദേഹം ഡിബേറ്റിന് വരട്ടെ, സാധാരണ വിഷയങ്ങളുമായി ഞാൻ തയ്യാറാണ്. നിങ്ങൾ ചോദിച്ചിട്ട് എന്നെ മറുപടി ഒന്നും പറഞ്ഞു തന്നെ. ഓക്കെ, വീണ്ടും രാകേഷിലേക്ക് പോവുകയാണ്. രാകേഷ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണെന്ന് തോന്നുന്നു മാധ്യമങ്ങളോടൊക്കെ ഒന്നിച്ച് സംസാരിക്കുന്നത് അൻവർ. ആദ്യമായി സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് ആഞ്ഞടിച്ചത് അൻവർ. അൻവറിൻ്റെ സ്വതസിദ്ധമായ ആ നിലപാട് മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു സംസാരം കേട്ടപ്പോൾ. എന്താണ് അൻവർ പറഞ്ഞത്? തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി സ്ഥിരീകരണം വന്നതിന് ശേഷം നമ്മളാണ് ആദ്യമായി അൻവറിനെ നേരിട്ട് കാണുന്നത്. നമ്മുടെ റിപ്പോർട്ടർ വർഷയുമായി സംസാരിച്ച സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത്, KPCC അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞതിൽ സന്തോഷമുണ്ട്, പക്ഷേ ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന അവസ്ഥയുണ്ട്. അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ, ഒപ്പം തന്നെ തന്റെ പേരുൾപ്പെടെ അങ്ങനെ തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യവും വരട്ടെ എന്നുള്ളതാണ്. അദ്ദേഹം പക്ഷേ പ്രചാരണവുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പിണറായിസം ഒപ്പം തന്നെ മരുമോനിസം, ഈ രണ്ട് രീതികൾക്കെതിരെയാണ് തന്റെ പോരാട്ടം. ബേപ്പൂരിൽ എത്ര തന്നെ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണെന്ന് പറഞ്ഞാലും അതിനേക്കാൾ ലക്ഷങ്ങൾ വോട്ടുകളുള്ള പല കോട്ടകളും മറിഞ്ഞ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചരിത്രം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മായ, രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അൻവർ സ്ഥാനാർത്ഥിയായി അൻവറിനെ പ്രഖ്യാപിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മാധ്യമങ്ങളോട് കൂട്ടായി ഇപ്പോഴാണ് സംസാരിച്ചതെങ്കിലും ആദ്യം അൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഒറ്റയ്ക്ക് സംസാരിച്ചത് അമൃത ന്യൂസിനോടാണ്. ആ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രാകേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. അതേസമയം N വാസുവിനെ 14 ദിവസത്തേക്ക് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ചേരുകയാണ്. സുധീഷ്, സ്വാഭാവിക ജാമ്യം ലഭിച്ച് കൂടുതൽ പേർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്നിപ്പോൾ സുധീഷ് കുമാറും ഇറങ്ങി. പ്രതിയുടെ സ്വാഭാവിക ജാമ്യത്തിന്റെ അനുമതിയോടുകൂടി ഇപ്പോൾ 3ാമത്തെ പ്രതി, അതായത് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനാണ് ഇപ്പോൾ കോടതി സ്വാഭാവികമായ ഒരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അത് SITയുടെ ഒരു കൃത്യവിലോപം കൊണ്ടുകൂടി എന്ന് വേണം പറയാൻ. കാരണം 90 ദിവസം അറസ്റ്റായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സ്വർണ്ണക്കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സ്വർണ്ണക്കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, ശ്രീകുമാർ എന്നിവർ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച് കോടതിക്ക് അല്ലെങ്കിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സമാനമായ ഒരു സാഹചര്യം അതായത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കേസിൽ ഇതേ കണക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മറ്റൊരു ജാമ്യ ഹർജി കൂടി, ദ്വാരപാല കേസിൽ ഒരു ജാമ്യ ഹർജി കൂടി സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വാദം ബുധനാഴ്ച നടക്കും. ആ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വാഭാവികമായും കോടതിക്ക് അല്ലെങ്കിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഇത് SITയുടെ ഒരു കൃത്യവിലോപം എന്ന് വേണം കരുതാൻ. കാരണം കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ അവർ വരുത്തുന്ന കാലതാമസമാണ് ഈ സ്വർണ്ണക്കേസുകളിലെ പ്രതികൾ ഓരോരുത്തരായി ഇപ്പോൾ പുറത്തിറങ്ങുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വാസുവിനെ കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് വാസുവിനെ കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് റിമാൻഡ് 14 ദിവസത്തെ കൂടി നീട്ടുകയും ചെയ്തു. മായ, സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സുധീഷ് കുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്നിരിക്കുകയാണ് ED. ആദ്യഘട്ടത്തിൽ 5 പേർക്കാണ് സമൻസ് അയച്ചത്. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അടക്കമുള്ളവർക്കാണ് സമൻസ്. ജാമ്യ വ്യവസ്ഥയ്ക്കനുസരിച്ച് SITക്ക് മുന്നിൽ ഹാജരാകേണ്ടതിനാൽ മുരാരി ബാബു ഇന്ന് ഹാജരായില്ല. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ED അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രതികളുടെയും സംശയനിഴലിലുള്ളവരുടെയും വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തിയതിനു പിന്നാലെയാണ് ചോദ്യം ചെയ്യലുകൾ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബു, S ശ്രീകുമാർ തുടങ്ങി 5 പേർക്കാണ് ആദ്യഘട്ടത്തിൽ സമൻസ് അയച്ചത്. മുരാരി ബാബുവിനോട് ഇന്ന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ജാമ്യവ്യവസ്ഥ അനുസരിച്ച് SITക്ക് മുന്നിൽ ഹാജരാകേണ്ടതിനാൽ മുരാരി ബാബു ഇന്ന് EDക്ക് മുന്നിൽ ഹാജരായില്ല. മുരാരി ബാബുവിനായി മറ്റൊരു ദിവസത്തേക്ക് ED വീണ്ടും നോട്ടീസ് അയക്കും.
വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ED വിളിപ്പിച്ചിട്ടുണ്ട്. SIT കേസിൽ പ്രതികളായതിൽ നിലവിൽ അറസ്റ്റിലാകാത്തവർ, ജാമ്യത്തിലുള്ളവർ, പ്രധാന സാക്ഷികൾ എന്നിവർക്കാണ് സമൻസ് ലഭിച്ചിട്ടുള്ളത്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലും ED അന്വേഷണത്തിൽ നിർണായകമാണ്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി റിമാൻഡിൽ തുടരുകയാണ്. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി ED കസ്റ്റഡി അപേക്ഷ നൽകും. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് വാഹനം ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. കേസിലെ പ്രതിയായ കൊടിയത്തൂർ പഴമ്പറമ്പ് സ്വദേശി ചേലപ്പുറത്ത് ഇർഫാന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. മാവൂർ പോലീസ് ആണ് ഇർഫാനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. കൊടിയത്തൂർ പഴമ്പറമ്പ് സ്വദേശികളായ സുഹൃത്തുക്കളായ തൻസീഫും ഇർഫാനും തമ്മിൽ ഉണ്ടായ പണമിടപാടിന്റെ പേരിലെ തർക്കമാണ് കാർ ഇടിപ്പിക്കുന്നതിലേക്ക് എത്തിയത്. ഇർഫാന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തൻസീഫിനെ ഇർഫാൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ നിന്നും കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കവേ തൻസീഫിന്റെ സഹോദരങ്ങളായ തസ്നീം എന്നിവർ ഇർഫാനെ കാർ തടഞ്ഞു. ഇർഫാൻ കാർ നിർത്താതെ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ രണ്ടുപേരും ചികിത്സയിലാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു വർഷത്തിലേറെയായി നടത്തിവരുന്ന സമര പരിപാടികളുടെ അടുത്ത ഘട്ടമായി അനിശ്ചിതകാല OP അധ്യാപന ബഹിഷ്കരണം ആരംഭിച്ചു. എന്നാൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചതായും ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായും ചർച്ച നടത്തുമെന്നും KGMCTA അറിയിച്ചു. ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായാൽ ആലോചിച്ച് തുടർ നടപടികൾ എടുക്കുമെന്ന് KGMCTA അറിയിച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇന്നു മുതൽ OP ബഹിഷ്കരണ സമരത്തിലാണ്. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 6,640 രൂപ കുറഞ്ഞ് 1,11,120 രൂപയായി. ഗ്രാമിന് 830 രൂപ കുറഞ്ഞ് 13,890 രൂപയാണ് ഇന്നത്തെ വില. കഴിഞ്ഞ 4 ദിവസത്തിനിടെ പവന് 20,040 രൂപ കുറഞ്ഞു. ആഗോളതലത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും വിപണിയിൽ കനത്ത ചാഞ്ചാട്ടം പ്രകടമായേക്കാം. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ നിലപാട് സുതാര്യമാക്കാൻ CPM നീക്കം. വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. V. കുഞ്ഞികൃഷ്ണന്റെ ആരോപണം അണികളിൽ സംശയമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി വിശദീകരണ യോഗങ്ങളിൽ നിന്ന് അണികൾ കൂട്ടത്തോടെ മാറുന്നത് നേതൃത്വത്തെ പ്രതിസന്ധിയിലാഴ്ത്തിയിരുന്നു. അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഫെബ്രുവരി 4 പ്രകാശനം ചെയ്യും. ഇതിനുശേഷം എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വ്യക്തമാക്കി. ടിബറ്റൻ ആത്മീയ ഗുരു ദലൈലാമയ്ക്കും ഹോളിവുഡ് സംവിധായകൻ സ്റ്റീവ് സ്പിൽബർഗിനും K-പോപ്പിനും 68ാമത് ഗ്രാമി പുരസ്കാരം. അമേരിക്കൻ ഗായികയും നടിയുമായ ലേഡി ഗാഗയും കരിയറിലെ ആദ്യ ഗ്രാമി പുരസ്കാരം കരസ്ഥമാക്കി. സംഗീത ലോകത്തെ മികച്ച പുരസ്കാരമായ ഗ്രാമി അവാർഡിന്റെ 68ാമത് പതിപ്പിൽ വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങളുമായി ദലൈലാമയും സ്റ്റീവൻ സ്പിൽബർഗും K-പോപ്പും. ടിബറ്റൻ ആത്മീയ ഗുരു ദലൈലാമ ആദ്യ ഗ്രാമി പുരസ്കാരം നേടിയപ്പോൾ ലോകമെമ്പാടും കോടിക്കണക്കിന് ആരാധകരുള്ള K-പോപ്പ് ചരിത്ര വിജയം സ്വന്തമാക്കി. പ്രശസ്ത ഹോളിവുഡ് സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗ് അപൂർവമായ ഇഗോട്ട് പദവി സ്വന്തമാക്കിയതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. മികച്ച ഓഡിയോ ബുക്ക്, നരേഷൻ, സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റെക്കോർഡിംഗ് വിഭാഗത്തിലാണ് ദലൈലാമയ്ക്ക് ആദ്യ ഗ്രാമി പുരസ്കാരം ലഭിച്ചത്. ദലൈലാമയുടെ മനസ്സ്, കാരുണ്യം, ഐക്യം, ശാരീരികവും മാനസികവുമായ ക്ഷേമം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകളുടെ റെക്കോർഡിങ്ങുകൾ നിരവധി വർഷങ്ങളായി പകർത്തിയതാണ് ആൽബം. സംഗീത ലോകത്ത് തരംഗമായ ദക്ഷിണ കൊറിയൻ സംഗീത വിഭാഗമായ K-പോപ്പ് ആദ്യമായാണ് ഗ്രാമി പുരസ്കാരം നേടുന്നത്. മികച്ച ഗാനത്തിനുള്ള പുരസ്കാരമാണ് K-പോപ്പ് ഡീമൺ ഹണ്ടേഴ്സിലെ ഗോൾഡൻ എന്ന ഗാനം നേടിയത്. ആരാധകരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ടാണ് K-പോപ്പിന് പുരസ്കാരം ലഭിക്കുന്നത്. മ്യൂസിക് ഫോർ ജോൺ വില്യംസ് മികച്ച സംഗീത സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയതോടെയാണ് വിഖ്യാത സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗിനെ തേടി ഗ്രാമി പുരസ്കാരം എത്തിയത്. ഗ്രാമി കൂടി നേടിയതോടെ സ്പിൽബർഗ് ഇഗോട്ട് ക്ലബിൽ ഇടം പിടിച്ചു. എമ്മി, ഗ്രാമി, ഓസ്കാർ, ടോണി എന്ന 4 പ്രധാന പുരസ്കാരങ്ങളും നേടുന്ന കലാകാരന്മാരെയാണ് ഇഗോട്ട് വിജയികൾ എന്ന് വിളിക്കുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ ചുരുക്കം പ്രതിഭകളിൽ ഒരാളായി സ്പിൽബർഗ് മാറി. അമേരിക്കൻ ഗായികയും ഗാനരചയിതാവും നടിയുമായ ലേഡി ഗാഗയും റാപ്പർ കെൻഡ്രിക് ലാമറും ഗ്രാമി പുരസ്കാരം കരസ്ഥമാക്കി. ഗ്രാമി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ താരമെന്ന നേട്ടവും ലാമർ സ്വന്തമാക്കി. ലാമർ ഇതുവരെ 26 തവണ അവാർഡുകൾ നേടിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്ന സിദ്ധാർത്ഥ് ഭാട്ടിയ, ചാരുസുരി, അനുഷ്ക ശങ്കർ എന്നിവർക്ക് പുരസ്കാരം നേടാനായില്ല.
ലോസ് ഏഞ്ചൽസിലെ Crypto.com അരീനയിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ലോകമെമ്പാടുമുള്ള പ്രമുഖ സംഗീത പ്രതിഭകൾ പങ്കെടുത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, അമൃത ന്യൂസ്. 2020 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ കടുത്ത നടപടിക്ക്. മതിയായ കാരണങ്ങൾ ഇല്ലാതെ മത്സരം ബഹിഷ്കരിച്ച പാകിസ്ഥാനെ ലോക ക്രിക്കറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതടക്കം ആലോചനയിലുണ്ട്. നാളെയോ മറ്റന്നാളോ ICC ബോർഡ് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ നിർണായകമായ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട്. കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ഔദ്യോഗിക വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണെന്നും ICC വ്യക്തമാക്കി. ഈ മാസം 15-നാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഗ്രൂപ്പ് A മത്സരത്തിൽ ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ചാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടേണ്ടിയിരുന്നത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനലിൽ. നമസ്കാരം.